നമസ്കാരം. നമ്മളോടൊപ്പം ഇന്നുള്ളത് ഫേസ്ബുക്കിൽ ലോകോത്തര നേട്ടമുണ്ടാക്കിയ മലയാളി ശ്രീ അരുൺ എസ് കുമാറാണ്. നമസ്കാരം. അരുൺ ഉണ്ടാക്കിയ ഈ നേട്ടത്തിന് ഫേസ്ബുക്കിലെ പിഴവ് കണ്ടെത്തി ലോക നിലവാരത്തിലുള്ള ഒരു അംഗീകാരം ഫേസ്ബുക്കിൽ നിന്ന് കിട്ടിയിരിക്കുന്നു. അതിന് മുഴുവൻ മലയാളികൾക്കും വേണ്ടി പീപ്പിളിൻ്റെ ആശംസകൾ അറിയിക്കുന്നു, അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇത് കാണുന്ന ഒരുപാട് പേർക്ക് ഫേസ്ബുക്കിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയായിരിക്കും. പക്ഷെ കുറേ പേര് ഒന്നും അറിയാത്തവരും ഉണ്ടായിരിക്കും. ഫേസ്ബുക്കിൻ്റെ ഒരു കുഴപ്പം അരുൺ കണ്ടെത്തി എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. ഒരു ബഗ് കണ്ടെത്തി. എന്താണ് ബഗ്? എങ്ങനെയാണ് അത് കണ്ടെത്തുന്നത്? ആദ്യം തന്നെ നമ്മളത് പറയുന്നത്, ഫേസ്ബുക്ക് എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. അതെ. ഇപ്പം നമുക്ക് ഫ്രണ്ട്സ്, ഒരു സാധാരണ ഒരു അക്കൗണ്ട് ആണെങ്കിൽ അതിന് പരിമിതികളുണ്ട്. റീച്ച് ആവാൻ, നമ്മളിടുന്ന പോസ്റ്റും ഒപ്പീനിയനും റീച്ച് ആവാൻ ഒരു പരിമിതികളുണ്ട്. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാനാണ് ഫേസ്ബുക്ക് പേജസ് ഇറക്കിയിരിക്കുന്നത്. പേജസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഡിവിഷൻ തന്നെ ഇറക്കിയിട്ടുണ്ട് ഫേസ്ബുക്ക്. ഒരു ബിഗ് പേഴ്സണാലിറ്റി, ഗ്രേറ്റ് പേഴ്സണാലിറ്റീസ്, അങ്ങനെ നമ്മുടെ സൊസൈറ്റിയിൽ പ്രൊഫൈലും പേജും ഉണ്ട്. പേജ് ഉപയോഗിക്കുക സൊസൈറ്റിയിൽ മുൻതൂക്കം കൊടുത്ത് നിൽക്കുന്നവർക്ക് യൂസ് ചെയ്യുന്നതാണ് ഫേസ്ബുക്ക് പേജസും. സെലിബ്രിറ്റീസും എല്ലാവരും യൂസ് ചെയ്യും. അപ്പം അവരുടെ ഒരു ഒപ്പീനിയനായിട്ടായിരിക്കും ഫേസ്ബുക്ക് പേജിലിടുന്ന എല്ലാ പോസ്റ്റും വരുന്നത്. അപ്പം നമ്മളെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ആണെങ്കിൽ, നരേന്ദ്രമോദി എന്ന് പറയും, നമ്മളെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിൽ അദ്ദേഹത്തിൻ്റെ ഒരു സന്ദേശം പോലെ ആയിരിക്കും നമ്മൾ ഈ ഒരു അറ്റാക്കർ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിൻ്റെ ഇമ്പാക്റ്റ് നമ്മൾ എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം നമുക്കത് മനസ്സിലാക്കണം. അപ്പം പ്രമുഖരുടെ പേജിൽ ആളുകൾക്ക്, ഹാക്കർമാർക്ക് കടന്നു കയറി അവരുടേതായിട്ടുള്ള അഭിപ്രായം, വ്യാജ അഭിപ്രായങ്ങൾ ഇടാനുള്ളൊരു സാധ്യതയുണ്ട്. ഇതാണ് കണ്ടെത്തിയത്. അത് തന്നെയാണ്. അത് തടയാനുള്ള വഴിയാണോ കണ്ടുപിടിച്ചത്? അത് തടയാനുള്ള വഴി നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ അവർക്കറിയാം. പിന്നെ നമ്മളത് കൂടുതൽ ഡീറ്റെയിൽ എഴുതി പറഞ്ഞു കൊടുക്കും. ഇപ്പം ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ഇപ്പം ഞാനൊരു പേജ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇങ്ങനൊരു അറ്റാക്കർ എടുക്കണമെന്നില്ല. പക്ഷേ ഒരു ലോക പ്രശസ്തി നേടിയ ഒരു സെലിബ്രിറ്റി, അങ്ങനെ അതൊക്കെ അദ്ദേഹത്തെ പോലെ വലിയൊരു ആൾക്കാരാണ് അത് ചെയ്യുന്നതെങ്കിൽ, പേജ് ഉണ്ടാക്കുന്നതെങ്കിൽ, അവരെ പേജ് അറ്റാക്ക് ചെയ്യാനായിരിക്കും ഈ അറ്റാക്കേഴ്സ് കൂടുതൽ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വലിയൊരു ഇമ്പാക്റ്റും സൊസൈറ്റിയിൽ ഉണ്ടാക്കും. ഈ ഫേസ്ബുക്കിന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട്, അത് ഇത്തരത്തിൽ പോയാൽ അത് പരിഹരിക്കാൻ കഴിയും എന്നൊരു തോന്നലിലേക്ക്, എന്നൊരു മനസ്സിലാക്കലിലേക്ക് അരുൺ എങ്ങനെയാണ് എത്തിയത്? സാധാരണ എല്ലാവരും ചാറ്റ് ചെയ്യുന്നുണ്ട്. ചാറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ അവർക്ക് റിസീവ് ആവുന്നു എന്നൊരു അത് എന്ത് ട്രിക്കായിരിക്കും അവർ യൂസ് ചെയ്യുന്നത്? റിസീവ് ചെയ്യുന്നു, മെസ്സേജ് തിരിച്ച് റിപ്ലൈ വരുന്നു. അപ്പം അതിനെക്കുറിച്ച് പഠിക്കാൻ ഒരു തോന്നൽ വരും. നമ്മൾ കുറേ ടെക്സ്റ്റ് ബുക്കും എല്ലാം പഠിച്ച് തിയറി അല്ലാതെ അത് പ്രാക്ടിക്കലോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു ആഗ്രഹം നമുക്ക് എപ്പോൾ തോന്നുന്നോ അപ്പോഴേ ശരിക്കും നമ്മൾ അത് എഞ്ചിനീയർ ആണെന്ന് പറയാൻ പറ്റും. എഞ്ചിനീയറിംഗ് ആണ് പഠിക്കുന്നത്? എഞ്ചിനീയറിംഗ്. ഏത് കോളേജിലാണ് പഠിക്കുന്നത്? എന്ത് കോഴ്സാണ് പഠിക്കുന്നത്? ഞാൻ ചാത്തന്നൂർ MES ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് മാനേജ്മെന്റിൽ 4ാമത്തെ വർഷം കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആയിട്ടില്ല, പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 20-ആം വയസ്സിൽ ഇതുപോലൊരു വലിയ നേട്ടം ഉണ്ടാക്കി. വലിയൊരു തുക അവിടെ നിന്ന് റിവാർഡൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 10,70,70,000 രൂപയോ അല്ലേ? അങ്ങനെയല്ലേ വാർത്തയെ കണ്ടത്? അത് കിട്ടിയോ? അത് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത് അത് അവരെ നമുക്കൊരു റിവാർഡ് പറയുന്നതിന് മുമ്പ് തന്നെ അവരിതിനെക്കുറിച്ച് ഒരുപാട് സ്റ്റഡി ചെയ്യും. നമുക്ക് പറയുന്ന ഒരു റിവാർഡ് പോലും കുറയാൻ പാടില്ല എന്ന് അവർക്ക് നിർബന്ധമാണ്. എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഇതേപോലെ നാളെയും അവർക്ക് റിപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. അല്ലാതെ വേറൊരു ഫേസ്ബുക്കിനെ കൂടെ കോമ്പറ്റേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കമ്പനിക്ക് ഞാനത് മറിച്ച് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ കോടിക്കണക്കിന് രൂപ തരും. അതേസമയം നമ്മൾ നോക്കണമെന്ന് പറഞ്ഞാൽ ഞാനും ഇതേപോലെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നതാണ്. എൻ്റെ ഒരു സോഫ്റ്റ്വെയർ ഇതേപോലെ ആരെങ്കിലും നശിപ്പിക്കാൻ നോക്കുമ്പം നമ്മളെടുത്ത ആ എഫേർട്ട് അവർ വന്ന് പെട്ടെന്ന് നശിപ്പിക്കാൻ നോക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര വിഷമം തോന്നും. അത് തന്നെയാണ് ഞാൻ ഫേസ്ബുക്കിനും ചെയ്തു കൊടുത്തത്. അപ്പോൾ ഫേസ്ബുക്കിനാണ് ചെയ്തു കൊടുത്തത്. ഇത് പാരലായിട്ട് വേറെ കമ്പനികൾക്ക് കൊടുത്താൽ കോടിക്കണക്കിന് രൂപ കിട്ടും. കിട്ടും. നേരത്തെ ഫേസ്ബുക്ക് അംഗീകരിച്ച് എന്തൊക്കെയോ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? ഫേസ്ബുക്കിൽ ഞാൻ 2013 മുതൽ കണ്ടിന്യൂസ് ആയിട്ട് ബഗ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അവരുടെ ഒരു പൂളില് അല്ലേ, 10 പേരുടെ ഒരു പൂളിൽ പെട്ടിട്ടുണ്ട് ലോകത്ത്. 10 പേരുടെ പൂളല്ല, അത് ഞാൻ പറഞ്ഞുതരാം. അത് നമ്മൾ കൊടുക്കുന്ന സെക്യൂരിറ്റി ഇഷ്യൂവിൻ്റെ റാങ്കും അതിൻ്റെ ഇമ്പാക്റ്റും അനുസരിച്ച് നമുക്കൊരു പൊസിഷൻ ഇടും. ഫേസ്ബുക്കിൻ്റെ വൈറ്റ് ഹാറ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു പേജ് ഉണ്ട്. വൈറ്റ് ഹാറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവരെ ബില്യൺസ് ഓഫ് യൂസേഴ്സിൽ നമ്മൾ പ്രത്യേകം താങ്ക് ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. അത് ഇവരൊക്കെയാണെന്ന് പറഞ്ഞ് അവർ ലിസ്റ്റ് ചെയ്യും. ആ ലിസ്റ്റ് ചെയ്യുന്നതിൽ ഇപ്പം ടോപ്പ് 10 നിൽക്കുന്നത്.
ഫേസ്ബുക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു റിവാർഡാണിത് അല്ലേ, ഇതുവരെ ഉള്ളതല്ല. ഈ വർഷം ഫേസ്ബുക്കിന്റെ ഏറ്റവും ഹയസ്റ്റ് പേ ഔട്ടാണ്. ഒറ്റ സിംഗിൾ ബഗിന് ഫേസ്ബുക്ക് കൊടുക്കുന്ന ഏറ്റവും ഹയസ്റ്റ് പേ ഔട്ടാണ്. അതോടുകൂടി ഈ പൂളിലെ ഏറ്റവും മുകളിൽ വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഈ വർഷം തന്നെ എനിക്ക് ഏകദേശം $32,000 വന്നിട്ടുണ്ട്. പറഞ്ഞ ഒരു 6 monthsന്റെ ഇടയിൽ $32,000 വന്നിട്ടുണ്ട്. അപ്പം അവരെ സംബന്ധിച്ച് അത് ചെറിയൊരു എമൗണ്ട് ആണെങ്കിൽ പോലും ഇപ്പം എന്നെ സംബന്ധിച്ച് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അത്രയും ചെയ്യാൻ കഴിഞ്ഞത് വലിയൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ആ പട്ടികയിൽ തന്നെ വരും. അപ്പോൾ ഒരിക്കൽ കൂടി കൈതരേണ്ടതുണ്ട് അല്ലേ, അങ്ങനെ വരട്ടെ. ഫസ്റ്റ് റാങ്ക് തന്നെ ആയിരിക്കും എന്നാണ് കരുതുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഫേസ്ബുക്കിന്റെ ആസ്ഥാനം സന്ദർശിക്കാൻ ഒരു അങ്ങനെ ഒരു അവസരം ഉണ്ടായി. അതെന്നായിരുന്നു? അത് ഓഗസ്റ്റ് മാസമായിരുന്നു. ഈ വർഷം തന്നെ ഓഗസ്റ്റ് മാസം ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ മെയിൽ ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് ഫേസ്ബുക്കിൻ്റെ ഒഫീഷ്യൽ മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ബഗ് ബൗണ്ടി മീറ്റിംഗ്, ഗ്രീറ്റ് ആൻഡ് മീറ്റ് എന്ന് പറഞ്ഞ ഒരു പരിപാടിക്ക് ഈ തരത്തിലുള്ള സേവനം തരുന്ന ആളുകളുടെ യോഗമായിരുന്നു. അത് 2 രീതിയിൽ ഫിൽട്ടർ ചെയ്തിട്ടുണ്ട്. ഒരു ടോപ്പ് ഹാക്കേഴ്സിനെ വേറെ ഞാൻ പറഞ്ഞ പോലെ പ്രൈവറ്റ് മീറ്റിംഗ്, അത് 2 hours ഒരു പ്രൈവറ്റ് മീറ്റിംഗ് ആയിരുന്നു. അതൊരു അവർക്ക് നമ്മൾ അങ്ങനെ ഓഫീസിൽ വെച്ച് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവർ വേറൊരു വലിയൊരു റെസ്റ്റോറൻറ്റ് നമുക്ക് വേണ്ടി എടുക്കുകയും അതേപോലെ ഒരു പ്രൈവറ്റ് മീറ്റിംഗ് ആയിരുന്നു. പ്രൈവറ്റ് മീറ്റിംഗ് ആയിരുന്നു. സിലിക്കൺ വാലിയിലും പോയി, പിന്നെ ലാസ് വേഗാസിലും ഇതേപോലെ വെച്ച് പ്രൈവറ്റ് മീറ്റിംഗ് നടത്തി. അവിടെ ആരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു? ഇതിന്റെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ എത്തിയിരുന്നോ? എന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എല്ലാവരും ഉണ്ടായിരുന്നു. പറഞ്ഞാൽ അവരുടെ സെക്യൂരിറ്റി ടീമിന്റെ ആളുകൾ, അവരുടെ സെക്യൂരിറ്റി ടീമിന്റെ നമ്മൾ ഒരു സെക്യൂരിറ്റി ടീമും നമ്മളെ ബഗ് റിപ്പോർട്ട് ചെയ്യുന്നവർ നമ്മളൊരു ക്ലോസ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ അവരെപ്പോഴും നോക്കും. അതുകൊണ്ട് തന്നെ അവരെന്നെ മീറ്റ് ചെയ്തു, ഒരുപാട് സംസാരിച്ചു. സ്റ്റുഡൻ്റ് ആണെന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. പിന്നെ ഇതേപോലെ കണ്ടിന്യൂ ചെയ്യണം, അവരെ ഇതേപോലെ ഹയർ ചെയ്ത് എടുത്തതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ ചെയ്യുന്നവരെ അവർ ഹയർ ചെയ്ത് എടുക്കും എന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ ഒരു ചാൻസും അവരെനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ സർവത്ര എഞ്ചിനീയറിംഗ് കോളേജുകളാണ് എല്ലാ സ്ഥലത്തും. നമുക്ക് വേണ്ടതിലധികം എഞ്ചിനീയർമാരെ ഉണ്ടാക്കുന്നുണ്ട്, പലയിടത്തും കുട്ടികൾ ചേരാൻ തന്നെ ഇല്ല എന്നൊക്കെ പറയുന്നു. ഇത്രയും എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടായിട്ടും അവിടുന്ന് ഒരുപാട് പേര് ഈ മേഖല പഠിക്കുന്നുണ്ടായിരിക്കും അല്ലേ, കമ്പ്യൂട്ടർ ഈ മേഖല പഠിക്കുന്നുണ്ടായിരിക്കും. എന്നിട്ടും ഒരു അരുണാണ് നമുക്കിപ്പോൾ നമ്മുടെ മുമ്പിൽ ഇരിക്കാൻ വേണ്ടി ഈ നേട്ടവുമായിട്ട് എത്തിയിട്ടുള്ളത്. അത് വളരെ അഭിമാനകരമായ കാര്യമാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ എഞ്ചിനീയർമാർക്ക് ഒക്കെ ഈ തരത്തിൽ ഇന്നോവേറ്റീവായിട്ടോ ഒക്കെ മുന്നോട്ട് പോകാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? എന്തെങ്കിലും കുഴപ്പമുണ്ടോ എഞ്ചിനീയറിംഗ് കോളേജുകൾക്കെന്നല്ല, ഞാൻ പൊതുവെ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അതങ്ങനെ പറയാൻ പാടില്ലെന്ന് എനിക്കറിയത്തില്ല, എന്നാലും ഞാൻ പറയാം. ഇത്രയും നേട്ടം ഉണ്ടാക്കിയ ഒരാളല്ലേ, അയാൾ പറയുന്നതിന് അതിൻ്റെ ഒരു വിലയുണ്ടാവും. പറയും. ഇപ്പം ഞാനാണെങ്കിലും എല്ലാവരും പഠിക്കുമ്പം ഒരു ഒതുങ്ങിക്കൂടിയ ഒരു സിലബസിൻ്റെ ഉള്ളിലാണ് ഞാൻ പഠിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കാൻ നമ്മളെ സമ്മതിക്കത്തില്ല. ഇപ്പോൾ വേറൊരു സബ്ജക്റ്റിനെ കുറിച്ച് ഞാൻ ഇപ്പം കോമൺ ആയിട്ട് പറയാം, ഏതെങ്കിലും ഒരു കുട്ടി ഒന്ന് പറയുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് പോലും നോക്കത്തില്ല. ഇപ്പോൾ ടീച്ചറാണെങ്കിലും ആരാണെങ്കിലും ചോദിക്കുന്നത് നമ്മളെ ബുക്കിൽ ഇതേ ഉള്ളൂ, അരുൺ അത്ര പഠിച്ചാൽ മതി, അല്ലെങ്കിൽ അതാണ് നമ്മളെ സിലബസിലുള്ളത്, അതിനപ്പുറത്തേക്ക് നമുക്ക് എടുക്കാൻ സമയമില്ല, പഠിക്കാൻ കഴിയത്തില്ല, അങ്ങനെയുള്ളൊരു ചിന്താഗതി ഉണ്ട്. എല്ലാ കോളേജസിലും ഉണ്ട്. അപ്പം എൻ്റെ കോളേജ് എന്ന് പറഞ്ഞാൽ പക്ഷേ എൻ്റെ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര സപ്പോർട്ടീവാണ്. എനിക്ക് ഇങ്ങനെ ഇറങ്ങുമ്പോൾ അറ്റൻഡൻസ് തരാനാണെങ്കിലും എല്ലാത്തിലും ഇങ്ങനെ ചെയ്യണം. എൻ്റെ കോളേജിൽ തന്നെ ഞാൻ ഇപ്പോൾ 3 സോഫ്റ്റ്വെയർ, കാരണം എൻ്റെ കരിയറിലെ വലിയൊരു നേട്ടമാണ്. ഓരോ വർഷവും എനിക്ക് ഇമ്പ്രൂവ് ചെയ്ത് എനിക്കൊരു ചാൻസസ് തരുന്നുണ്ട് കോളേജ്. അപ്പോൾ അരുൺ പറയുന്നത് സിലബസിന്റെ ഉള്ളിൽ ഒതുങ്ങി നിന്ന് സിലബസ് പഠിക്കുക, പരീക്ഷ എഴുതുക, നന്നായി പാസ്സാവുക എന്നതിലപ്പുറം കുട്ടികൾ തന്നെ അവരുടെ ഭാവനയോ കഴിവോ ഒക്കെ വികസിപ്പിക്കുന്ന തരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്താൻ അവസരം ഉണ്ടാവണം, അതല്ലേ പറയുന്നത്? അവസരം ഉണ്ടാവണം എന്ന് മാത്രമല്ല, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇപ്പം പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ വീട്ടിൽ നിന്ന് ഒരു പ്രഷർ ഉണ്ടാവും. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എടുത്താൽ ജോലി കിട്ടും, അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് എടുത്താൽ ജോലി കിട്ടും, അങ്ങനെ പറഞ്ഞൊരു പ്രഷർ വരുന്ന കുട്ടികളുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ ഒരിക്കലും ഒരു പ്രഷറിന് മേളിൽ വന്നതല്ല. ഇതെനിക്ക് ഞാൻ കരിയറായിട്ട് എടുക്കുന്നുണ്ട്. ഇപ്പം എല്ലാവരും ജീവിക്കാൻ വേണ്ടിയാണ് എടുക്കുന്നതെങ്കിൽ പോലും എനിക്കൊരു പാഷനാണ്. എൻ്റെ ഈ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറഞ്ഞ ഫീൽഡിലോട്ട് എനിക്കൊരു പാഷനാണ്. ഞാൻ ഇതുവരെയും ചെയ്തു കൊടുത്ത ഒരു സോഫ്റ്റ്വെയർ ഞാൻ ക്യാഷ് മേടിച്ചു അല്ലെങ്കിൽ പെയ്ഡ് സോഫ്റ്റ്വെയർസ് ഒന്നും ഞാൻ ചെയ്തു കൊടുത്തിട്ടില്ല. അതേസമയം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനി പെയ്ഡ് ആക്കാൻ പറ്റുന്ന എല്ലാ രീതിയിലും അഡ്വാൻസ്ഡ് ആയിരിക്കും ഞാൻ ചെയ്തു കൊടുക്കുന്നത്. എങ്കിൽ പോലും എനിക്ക് അവിടെ നിന്ന് എൻ്റെ കരിയറിൽ അതൊരു നല്ലൊരു പോയിൻ്റായി മാറും ഞാൻ ചെയ്തു കൊടുക്കുന്ന സോഫ്റ്റ്വെയർസ്. അങ്ങനെ പറഞ്ഞാൽ ഞാൻ ഇതുവരെയും ചെയ്യുന്നു. ഈ ഇൻ്റർവ്യൂ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പലരും തോന്നുന്നുണ്ടായിരിക്കും അരുൺ എങ്ങനെ ഇങ്ങനെയായി, ഇവിടെ നിന്നാണ് വരുന്നതെന്ന്. വീടിനെ കുറിച്ച് പറയൂ. അച്ഛൻ പഞ്ചായത്തിൽ UD ക്ലർക്കാണ്. എന്താ പേര്? സുരേഷ് കുമാർ. അമ്മ ഹൗസ് വൈഫാണ്. നാഗലക്ഷ്മി എന്ന പേര്. നാഗലക്ഷ്മി.
പിന്നെ അനിയനുണ്ട്. അനിയൻ എൻ്റെ കോളേജിൽ തന്നെ കമ്പ്യൂട്ടർ സയൻസ് സെക്കൻഡ് ഇയർ പഠിക്കുന്നു. കമ്പ്യൂട്ടർ സയൻസ് തന്നെയാണ് പഠിക്കുന്നു. 2 മക്കളാണ് നിങ്ങൾ? 2 മക്കളാണ്. മലപ്പുറത്തായിരുന്നു സ്കൂളിലൊക്കെ പഠിച്ചിരുന്നത്? എവിടെയാ? ഞാൻ 5ാം ക്ലാസ് മുതൽ മലപ്പുറത്താണ് പഠിച്ചത്. അതെന്താ മലപ്പുറത്ത് പോയത്? അത് അച്ഛന് ഫസ്റ്റ് പോസ്റ്റിംഗ് കിട്ടിയത് മലപ്പുറത്തായിരുന്നു. അവിടെയാണ് വളർന്നത്? അവിടെ ഒരു നല്ല സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്. ഐഡിയൽ എന്നാണ് സ്കൂളിൻ്റെ പേര്. അവിടെ നിന്ന് പിന്നെ വീട്ടുകാർക്കും താല്പര്യം CBSE പഠിക്കണമെന്നായിരുന്നു. അങ്ങനെ 8ാം ക്ലാസ്സിൽ വേറെ സ്കൂളിൽ പോയി. CBSEയിലേക്ക് മാറി? അല്ല, ഇത് എല്ലാം CBSE ആണ് പഠിച്ചത്. 7 വരെയും പഠിച്ചു. പക്ഷേ 8ാം ക്ലാസ്സിൽ ആ സ്കൂളിൽ CBSE വന്നിട്ടില്ലായിരുന്നു ആ സമയത്ത്. അപ്പോൾ വേറെ സ്കൂളിൽ പോയി പഠിച്ചു. പിന്നെ 10th കഴിഞ്ഞപ്പോൾ ഞാൻ സ്റ്റേറ്റ് സിലബസ് പഠിച്ച ഐഡിയൽ എന്ന് പറയുന്ന തവനൂരുള്ള സ്കൂളിൽ തന്നെയാണ് +2 പഠിച്ചു. സ്റ്റേറ്റ് സിലബസിലേക്ക് വന്നു? സ്റ്റേറ്റ് സിലബസിലേക്ക് വന്നു. സ്റ്റേറ്റ് സിലബസിൽ വന്നത് എനിക്ക് തോന്നുന്നു സ്റ്റേറ്റ് സിലബസിലോട്ട് വന്നതുകൊണ്ടും പിന്നെ എന്നെ കമ്പ്യൂട്ടർ സയൻസ് പഠിപ്പിച്ച എൻ്റെ ആ സാർ ഉള്ളത് കൊണ്ടും ആണ് എനിക്ക് ഇതൊക്കെ കൂടുതൽ എനിക്കിങ്ങനെ നേടാൻ കഴിഞ്ഞെന്ന് പറയാം. ഇത് രണ്ടും വിശദീകരിച്ച് പറയണം. ഏത് ആണ് പഠിക്കുന്നത്, ഏത് തരം പാഠ്യപദ്ധതിയാണ് പഠിക്കുന്നത് എന്നതിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ. സ്റ്റേറ്റ് സിലബസ് ആണോ നല്ലത്, അല്ല CBSE ആണോ നല്ലത് എന്നൊക്കെയുള്ള ചർച്ച എപ്പോഴും നടക്കുന്നുണ്ട്. ഇത് രണ്ടും പഠിച്ച ഒരാളാണ്. ഒരു സമയം വരെ 10ാം ക്ലാസ് വരെ സ്റ്റേറ്റ് സിലബസ് CBSE പഠിച്ചു, പിന്നെ സ്റ്റേറ്റിലേക്ക്. അത് നന്നായി എന്നാണ് ഇപ്പൊ അരുൺ പറഞ്ഞത്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? എനിക്ക് എൻ്റെ ഒരു ഫ്രീഡം എടുക്കാൻ പറ്റി. ഞാൻ പഠിക്കുന്ന സിലബസിൽ വന്നത് എൻ്റെ ഒരു ഫ്രീഡം എടുക്കാൻ പറ്റി. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഒരു ചട്ടക്കൂടിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്നതാ. ഈ സിലബസ് വന്നപ്പോൾ കുറച്ച് ഫ്രീഡം എനിക്ക് കിട്ടി, സ്വാതന്ത്ര്യം കിട്ടി. നമുക്ക് നമ്മള് കുറെ അത് അരുണിന്റെ ഉള്ളിലുള്ള അന്വേഷകന് സഹായകമായി. അത് തന്നെയാണ് പറയാം. എനിക്കൊരു ഫ്രീഡം കിട്ടിയ പോലെ കുറെ ഇപ്പം കുറെ അങ്ങ് കാണാതെ പഠിച്ച് അങ്ങനൊന്നും എഴുതണ്ട. നമ്മളിഷ്ടമുള്ളത് നമ്മൾ എഴുതുന്നു, നമ്മളെ സാറുമാർ അതിന് സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ മനസ്സിലായി. പിന്നെ ഒരു സാറ് വളരെയധികം സഹായിച്ചു എന്ന് പറഞ്ഞു വളരാൻ വേണ്ടി. ആ സാറ് ആരാണ്? അദ്ദേഹത്തിന്റെ പേരറിയാൻ ആളുകൾക്ക് താല്പര്യമുണ്ട്. കലീൽ എന്നാണ് സാറിന്റെ പേര്. കമ്പ്യൂട്ടർ സയൻസ് എന്നെ പഠിപ്പിച്ചത്. +1 +2 പഠിപ്പിച്ചിട്ടുണ്ട്. ഏത് സ്കൂളില്? ഐഡിയൽ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ തവനൂർ. ഐഡിയൽ സ്കൂളിൽ. ഈ സാറിന്റെ പഠിപ്പിക്കലിന്റെ പ്രത്യേകത എന്തായിരുന്നു? എനിക്ക് ഓരോ ഐഡിയ ഓരോ ദിവസം തരും. സാറ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണെങ്കിലും എന്താണെങ്കിലും സാർ ഒരു ക്ലൂവേ തരും. അവിടെയാണ് എൻ്റെ പ്രത്യേകത ഇരിക്കുന്നത്. സാർ ആ ക്ലൂ തരുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കാൻ തുടങ്ങും. എങ്ങനെ സാറിന് ചെയ്യാമെങ്കിൽ എനിക്കും ചെയ്യാമല്ലോ എന്നുള്ളൊരു തോന്നൽ വന്ന് സാറ് ഓരോ ദിവസം വന്ന് പഠിപ്പിക്കുന്ന കാര്യത്തിൽ സാറ് പറയും, ഓരോ ദിവസം സാർ ഇന്ന സോഫ്റ്റ്വെയർ ചെയ്തിട്ടുണ്ടെന്ന് പറയും. അപ്പം എന്തായാലും ഞാനും അതേപോലെ പഠിച്ചു വരുന്നത്. അപ്പോൾ എനിക്കും ചെയ്യാൻ കഴിയുമല്ലോ എന്ന് ആ ഒരു തോന്നലിൻ്റെ ബേസിലാണ് കൂടുതലും. അതാണ് ഒരു ഇന്നോവേറ്റീവ് ആയിട്ട് എന്നെ ഉള്ളിലുള്ള അന്വേഷകനെ വളർത്തിയത്. അത് തന്നെയാണ്. സാറ് ചിലപ്പോൾ ഇത് കേൾക്കുന്നുണ്ടായിരിക്കും. ഖലീൽ സാറ്, സാറിനോട് എന്ത് പറയാനുണ്ട് ഈ ക്യാമറയിലൂടെ? എൻ്റെ ഒരു നേട്ടത്തിൽ ഭൂരിഭാഗവും സാറിൻ്റെ ഒരു പങ്കാണ്. സാറിൻ്റെ ആ ഇന്നോവേഷൻ ആയിട്ടുള്ള ഐഡിയാസ് തന്നത് തന്നെയാണ് എൻ്റെ പ്രോഗ്രാമിംഗ് സ്കില്ല് കൂട്ടാനുള്ള എന്നെ ആ പ്രോഗ്രാമിംഗ് സ്കില്ലോട്ട് കൊണ്ടുവന്നത്. പിന്നെ കോളേജിലും ഇതേപോലെ എന്നെ സപ്പോർട്ടീവായിട്ട് ഒരുപാട് സാറുമാർ ഇതേപോലെ തന്നെ. അതിൽ സഹീർ സാർ എൻ്റെ പിന്നെ ഇപ്പോൾ പുതിയ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിപ്പിക്കുന്ന സാറാണ്. ഫുൾ സപ്പോർട്ടീവാണ്. പിന്നെ അത് ഞാൻ പറഞ്ഞില്ലേ, 24 മണിക്കൂറും ഒരു സെർവർ റൂം എനിക്ക് വേണ്ടി യൂസ് ചെയ്യാൻ തന്ന് അത്രയും നല്ലൊരു സപ്പോർട്ടൊക്കെ സാർ ചെയ്തു. ഈ ഇന്റർനെറ്റിലും അതുപോലെ ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് വിഹരിക്കുമ്പോൾ സാധാരണ വീട്ടിൽ നിന്നൊക്കെ പറയാറുണ്ട്, ഇതുവരെ ഇരുന്നോടാ എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്താറുണ്ട്. വീട്ടുകാരെ എങ്ങനെയായിരുന്നു ഈ തരം അന്വേഷണങ്ങളെ എങ്ങനെ സഹായിച്ചവര്? കമ്പ്യൂട്ടറൊന്നും എനിക്ക് അങ്ങനെ മേടിച്ചു തരാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല ഫസ്റ്റ് ടൈം ഒന്നും. അപ്പം എൻ്റെ കസിൻ ലണ്ടനിൽ വർക്ക് ചെയ്യുമ്പം, എൻ്റെ ബിനു എന്നാണ് കസിൻ്റെ പേര്, ലണ്ടനിൽ വർക്ക് ചെയ്യുമ്പം അമ്മ ഇങ്ങനെ ചോദിച്ചപ്പം എനിക്ക് എൻ്റെ അണ്ണൻ മാത്രമേ ഉള്ളൂ, അനിയനും ഒന്നുമില്ല. അപ്പം ഞങ്ങളൊക്കെ തന്നെയാണ് എൻ്റെ അനിയന്മാരത്. അപ്പോൾ അണ്ണൻ എനിക്ക് അവിടെ നിന്ന് കമ്പ്യൂട്ടർ മേടിക്കാനുള്ളത് അയച്ചു തന്നു. അങ്ങനെയാണ് കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇങ്ങനെ കുത്തിയിരിക്കരുതെന്ന് പറയുന്നത് വെറുതെ അല്ല, അത് വഴിതെറ്റിക്കുന്ന പലതും അതിലുണ്ട്. കുട്ടികള് അതുവഴി അതിൽ വേണ്ടതിലല്ലാതെ താല്പര്യം വന്ന് ആ വഴിക്ക് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെയുള്ള പല കുട്ടികളും ഇത് കേൾക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അവരൊക്കെ മിടുക്കന്മാരും കമ്പ്യൂട്ടറിലൊക്കെ ശരിയായ താല്പര്യമുള്ളവരും ഒക്കെ ആയിരിക്കും, പക്ഷെ വഴിതെറ്റി പോകുന്നുണ്ടായിരിക്കും. ആ കുട്ടികളോട് എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മളെ ആവശ്യത്തിന് വേണ്ടി ആയിരിക്കണം. അപ്പം കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, യൂസ് ചെയ്യണമെന്ന് പറഞ്ഞില്ല, നമ്മൾ യൂസ് ചെയ്യുന്ന സാധനം എന്താണെന്ന് നമുക്ക് അറിയണം. ആ ടെക്നോളജിയിലോട്ട് ഒരു ഇത് തോന്നണം, നമുക്ക് ഇൻട്രസ്റ്റ് തോന്നണം. ഒരു കൊല്ലം കൂടി കഴിഞ്ഞാൽ ഒരു എഞ്ചിനീയർ ആവും. അത് കഴിഞ്ഞാൽ പിന്നെ പഠിപ്പിൻ്റെ കാര്യത്തിൽ അതുപോലെ അക്കാദമിക്കായിട്ട് എന്താണ് അരുണിൻ്റെ ഒരു ആഗ്രഹം? എനിക്ക് ഇന്ത്യയിൽ തന്നെ ഇതേപോലെ ഒരു പ്രോഡക്റ്റ് ചെയ്യാനും
അതിൻ്റെ ഒരു ആഗ്രഹമുണ്ട്. കാരണം നമ്മളെ സംബന്ധിച്ച് ആർക്കാണെങ്കിലും US പോയി പഠിക്കണം, അല്ലെങ്കിൽ അവിടെ പുറത്ത് പോയി ജോലി ചെയ്യണം. അങ്ങനെ ജോലി ചെയ്യുമ്പം അവരെ കൺട്രിക്ക് മാത്രമാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മളെ അവരെ കൺട്രി യൂസ് ചെയ്തെടുക്കുകയാണ്. അപ്പം അതിന് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പം നമ്മളൊരു എങ്ങനെയാണ് ഇപ്പോൾ US എങ്ങനെയാണ് വളരുന്നതെന്ന്, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് എങ്ങനെയാണ് വളരുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫേസ്ബുക്ക് ഒരു US ബേസ്ഡാണ് ഫേസ്ബുക്ക് എന്ന് പറയുന്നത്. അപ്പം നമ്മളൊരു ഇപ്പം ഫേസ്ബുക്കിൽ പേജസ് ഉണ്ട്. നമ്മൾ ഫേസ്ബുക്കിൽ നോക്കുമ്പോൾ തന്നെ സൈഡിലൊക്കെ ഒരു അഡ്വർടൈസ്മെൻറ്റ് കാണും. ഇന്ത്യൻ കമ്പനീസ് ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളുണ്ടാക്കുന്ന പൈസ നേരെ ഫേസ്ബുക്കിലോട്ട് അവർ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അത് മൊത്തം ഫേസ്ബുക്കിലോട്ടാണ് പോകുന്നത്. അതേസമയം ഫേസ്ബുക്ക് പോലുള്ളൊരു കമ്പനി ഇന്ത്യയിലുണ്ടെങ്കിൽ ഇവിടെ ഉള്ള എൻജിനീയേഴ്സിനൊക്കെ ജോലിയും കിട്ടും, നമ്മളെ കൺട്രി ഒരുപാട് ഡെവലപ്പ് ആവും. അപ്പം എനിക്ക് ഇതേപോലൊരു ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായ ഒരു പ്രോജക്റ്റ് ചെയ്യണമെന്നുണ്ട്. ഫേസ്ബുക്കിനൊക്കെ സമാനമായ ഒരു പ്രോജക്റ്റ് ഇന്ത്യയിൽ ഉണ്ടാക്കണമെന്നുണ്ട്. കാരണം നമ്മൾ പഠിച്ചു, പക്ഷെ നമ്മൾ ഈ ക്യാഷ് അങ്ങനെ സാലറിക്ക് അപ്പുറം നമ്മളെ കൺട്രി എന്ന് ചിന്തിക്കുമ്പം 10 പേരെടുത്ത് പറയണം ഞാൻ ഇന്ത്യക്കാരനാണെന്ന് പറയണമെങ്കിൽ നമ്മളെ കൺട്രിയിലും ഇതേപോലെ വലിയ വലിയ ഇന്നോവേഷൻസ് ഐഡിയാസും വരണം. അപ്പം ബേസിക്കലി നമ്മളവിടെ വരാത്തെന്ന് ഞാൻ പറഞ്ഞ പോലെ സിലബസിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരു ഇത് വരുന്നതുകൊണ്ട് ഇപ്പം നല്ലൊരു കുട്ടി നല്ലൊരു ഐഡിയ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവൻ 10 വരെ പഠിച്ചിട്ടുള്ളൂ എന്നൊരു തോന്നൽ വരും. പക്ഷേ US അങ്ങനെ ഒരു തോന്നലേ ഇല്ല. ഇപ്പം പല കമ്പനികളുടെയും CEOs ആണെങ്കിലും വലിയ വലിയ കമ്പനിയുടെ തലപ്പത്തിരിക്കുന്നവരാണെങ്കിൽ പോലും അവർ ഐഡിയാസ് കൊണ്ട് മാത്രം അവിടെ സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കി രക്ഷപ്പെട്ടവരാണ്. ഇപ്പോൾ 10 പഠിച്ച് പാസ്സായവനെ +1 +2 കയറും. അതേസമയം നല്ലൊരു ബുദ്ധിയുള്ള, ചിലപ്പോൾ നല്ല ജീനിയസ് ആയിട്ടൊരാൾ കാണും, അവൻ നല്ലൊരു ഐഡിയ നമ്മളെ ഇന്ത്യക്ക് കൊടുക്കാൻ കാണും. പക്ഷെ അത് ആരും ശ്രദ്ധിക്കത്തില്ല. കാരണം അവൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ +2 വരെ പഠിച്ചിട്ടുള്ളൂ എന്നൊരു തോന്നൽ വരും. അങ്ങനെ ആകുമ്പം നമ്മളെ കൺട്രിയിൽ ചിലപ്പം ഡെവലപ്പ് കുറവായിരിക്കും. അപ്പോൾ അരുൺ ഇന്ത്യയിൽ തന്നെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യയിൽ തന്നെ തൻ്റെ അന്വേഷണ ബുദ്ധി ഉപയോഗിച്ച് സംവിധാനങ്ങൾ, ഇതുപോലുള്ള ഫേസ്ബുക്ക് പോലുള്ള സംവിധാനങ്ങളോ അതോ അതിലും വലുതോ ആയിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി രാജ്യം എന്ത് ചെയ്തു തരണം എന്നാണ് അരുൺ ആഗ്രഹിക്കുന്നത്? ഇപ്പൊ അതിനുള്ള സംവിധാനങ്ങൾ ഇല്ലേ നമ്മുടെ നാട്ടിൽ? അത് ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതല്ല, നമ്മൾ ഐഡിയ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കൂടെ സഹായിക്കാൻ ഒരു ടീം വരികയും അല്ലെങ്കിൽ നമ്മളെ ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ് ആയി വരികയാണെങ്കിൽ തീർച്ചയായും US ഫേസ്ബുക്ക് ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ ഇന്ത്യക്ക് അതിനും വലുതുണ്ടാക്കാം. കാരണം ഏറ്റവും വലിയ കമ്പനി ഇപ്പോൾ ഗൂഗിൾ ആണെങ്കിൽ പോലും ഗൂഗിളിൻ്റെ തലപ്പത്ത് വരെ ഇന്ത്യ CEO ആണ്. നമ്മളെ ബ്രെയിനിന് അവരെടുക്കുന്നത്, നമ്മൾ കുറച്ചൊന്ന് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് ഇതിനെക്കാട്ടി വലിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ തന്നെ പാരിതോഷികമായിട്ട് ഒരു 10,70,000 രൂപ കിട്ടി. അതിനു മുമ്പ് നേരത്തെയും എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു. ഈ തുകയൊക്കെ എന്ത് ചെയ്തിരിക്കുകയാണ്? ഇതൊക്കെ ഉപയോഗിച്ച് ഇത്തരത്തിൽ ഇനിയും അവാർഡ് കിട്ടുമായിരിക്കും. ഇതൊക്കെ ഉപയോഗിച്ച് എന്താണ് എന്തെങ്കിലും ഒരു ഡ്രീം ഉണ്ടോ ഈ ഇത് വെച്ചിട്ട്? ഡ്രീം എന്ന് ഞാനിപ്പോൾ ഒരു പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ നെറ്റ്വർക്കിങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരു നല്ലൊരു പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം അതിനുപയോഗിക്കുകയാണോ ഈ പണം? അല്ല, അതിന് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഇംപ്ലിമെൻറ്റേഷൻ പാർട്ടിൽ നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. എൻ്റെ ബ്രെയിൻ നമ്മളൊരു എങ്ങനെ കോഡ് ചെയ്യുന്നു, എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു, അത് മാത്രം മതി. ഒരു നല്ല ടീം ഉണ്ടെങ്കിൽ കോഡ് ചെയ്തെടുക്കാം. പിന്നെ അതിനായിട്ടുള്ള ഇപ്പോൾ എക്യുപ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് പിന്നെയാണ്. ഒരു ലോക്കൽ സെർവറിൽ വർക്ക് ചെയ്യാൻ അത്രയും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പം ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ US പോയപ്പോൾ കുറച്ച് എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് ചിലവ് വന്നു. അവിടെ പോയി സാധനങ്ങൾ അങ്ങനെ കുറച്ച് അങ്ങനത്തെ ഒക്കെ വന്നപ്പോൾ പിന്നെ ഞാൻ ഇപ്പോഴാണ് ഒരു ലാപ്പ് എടുത്തത്. ഒരു ലാപ്പ് എടുത്തപ്പോൾ കുറച്ച് പൈസ അങ്ങനെ പോയി. പിന്നെ വീട്ടുകാരെ ഞാൻ പറഞ്ഞല്ലോ, വീട്ടുകാർ അങ്ങനെ ഫിനാൻഷ്യൽ ആയിരുന്നില്ല. അവരെയൊക്കെ സഹായിക്കാൻ ഉപയോഗിച്ചു. അവരൊക്കെ സഹായിക്കും. ഇപ്പോൾ വന്ന ക്യാഷൊക്കെ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. അത് എൻ്റെ ഫ്യൂച്ചർ സ്റ്റഡീസിന് വേണ്ടി യൂസ് ചെയ്യുക, അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നു. അപ്പോൾ തൊട്ടടുത്ത പരിപാടി ബിരുദമെടുക്കുക, അതിനുശേഷം സ്വന്തം സംരംഭങ്ങളിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ കണ്ടെത്തലുകളിലേക്ക് പോവുക എന്നതാണ്. പോകാൻ തന്നെയാണ്. എത്രത്തോളം നമ്മളെ ഒരു കൺട്രിക്ക് ആവശ്യമുണ്ടെന്ന് നമുക്കും കൂടെ തോന്നണം. അപ്പം എൻ്റെ രാജ്യത്തിന് അല്ലെങ്കിൽ എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ നിന്ന് ആൾക്കാരുണ്ടെങ്കിൽ എനിക്ക് തീർച്ചയായും ഞാൻ ഇവിടെ നിന്ന് പോകാൻ തോന്നത്തില്ല. എൻ്റെ ബ്രെയിൻ ഇവിടെ യൂസ് ചെയ്യാനേ തോന്നത്തുള്ളൂ. അങ്ങനൊരു തോന്നൽ എനിക്കിപ്പോൾ തന്നെ ഉണ്ട്. എനിക്ക് എൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് തന്നെയാണ്. നമ്മളെ ഗവൺമെൻറ്റും കൂടെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ തന്നെ, അതും കേരളത്തിൽ തന്നെ നമുക്ക് ഇതേപോലെ സ്റ്റാർട്ടപ്പ് തുടങ്ങാനും
അപ്പം ഇവിടെ എവിടെയാണ് ഇപ്പം നമ്മളിപ്പോൾ ചോദിക്കുമ്പോൾ പറയാം ഞാൻ യു എസിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയും. അതൊരു അഭിമാനത്തോടെ പറയുന്നത് ഞാൻ ഇന്ത്യയിലാണ് വർക്ക് ചെയ്തതെന്ന് പറയാൻ അവരെ കൊണ്ട് നമ്മൾ അങ്ങനെ പറയിപ്പിക്കണം. പിന്നെ നമ്മളെ ഗവൺമെന്റ് അതിനുള്ള അവസരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലാണെന്ന് മാത്രമല്ല കേരളത്തിലാണ് വർക്ക് ചെയ്യുന്നതെന്നും അഭിമാനത്തോടെ പറയണം. അതിനാണ് നമ്മളിപ്പം സിലിക്കൺ വാലി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കാലിഫോർണിയ എന്ന് പറയുന്ന പോലെ അതേപോലെ സ്റ്റേറ്റ് കേരളത്തിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അത്രയും ഡെവലപ്ഡ് സ്റ്റേറ്റ് ആണ് നമ്മൾ പറയിപ്പിക്കും. അതിനുള്ള സപ്പോർട്ടീവ് കിട്ടിയാൽ തീർച്ചയായിട്ടും ചെയ്യും. തീർച്ചയായും ഇതിപ്പോൾ കേട്ടിരിക്കുന്നവരിൽ ഭരണാധികാരികളിലും അതുപോലെ ആസൂത്രണം നടത്തുന്നവരിലൊക്കെ ഈ ശബ്ദം എത്തുന്നുണ്ടായിരിക്കും. അവർ കേൾക്കെ അരുൺ പറഞ്ഞിരിക്കുകയാണ്, എന്നെ ഈ നാടിന് ആവശ്യമുണ്ട്, ഞങ്ങളെപ്പോലുള്ളവരെ ഈ നാടിന് ആവശ്യമുണ്ടെന്ന് ഈ നാടും കൂടി തെളിയിക്കണം. എന്നാൽ അങ്ങനെയാണെങ്കിൽ സിലിക്കൺ വാലിയിൽ ജോലി ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ നാളെ കേരളത്തിൽ ജോലി ചെയ്യുന്നു എന്നും പറയാൻ പറ്റും. ആ വാക്കുകൾ അതിൻ്റെ ഫലം ഉണ്ടാക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാ ഭാവുകങ്ങളും.